ആക്ച്വലി ഇയാള് സുവിശേഷ വേലയെന്ന് പറഞ്ഞു പോയത് ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് കയറുവായത്. അവരാണ് അവരെ തല്ലി ഓടിക്കുക ഉണ്ടായത്. എന്നിട്ട് BJP ചെറ്റപൊക്കാൻ കയറിയതിന് അവര് തല്ലി ഓടിച്ചു വിട്ടതാ. പക്ഷെ ഇവിടെ വന്ന് ഇവര് എങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ സുവിശേഷം പറയാൻ പോയിട്ട് പാസ്റ്റർക്ക് തല്ലി കിട്ടി എന്ന രീതിയിൽ അത് പറഞ്ഞു. അപ്പം ചെറ്റപൊക്കാൻ പോയി അടി കിട്ടിയ പാസ്റ്റർ. ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു വീഡിയോ ഇടുമ്പോഴും ഞങ്ങളുടെ പാസ്റ്റർമാർ അങ്ങനെയാണ്, ഞങ്ങളുടെ പാസ്റ്റർമാർ നല്ല ആൾക്കാരാണ്, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവർ ദൈവവേലയ്ക്ക് വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. നല്ലപോലെ ദൈവവേല ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്. എന്നാൽ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടും വിശ്വാസികളെ ചതിച്ചും കൊണ്ടും പലവന്മാരും ഉണ്ട്. ഞാൻ പണ്ടും എപ്പോഴും പറയുന്നു, ഒരു ബൈബിളിൻ്റെ പേരിൽ 56,000 സഭകളും അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ടും മറ്റു പല സഭകളും ഉണ്ടാക്കിയിട്ടുള്ള പാസ്റ്റർമാർ പണത്തിന് വേണ്ടി പല സഭകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെതിച്ച് അവർ സ്വന്തം കാറും മേടിച്ച് ബസ്സും മേടിച്ച് വീടും മേടിച്ച് സൈറ്റും മേടിച്ച് സുഖത്തിൽ വസിക്കുന്നവന്മാരുണ്ട്. ഇവന്മാരെയൊക്കെയാണ് ദൈവദാസന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. എന്നെ ഒരു സഹോദരി വിളിച്ചിരുന്നു. ആ സഹോദരി വിളിച്ചിട്ട് അവരുടെ സഭയിൽ, അവർ പോയിക്കൊണ്ടിരുന്ന സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ഇതിൻ്റെ കൂടെ വെക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കേട്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ പാസ്റ്റർ എങ്ങനത്തവനാണെന്ന്. വളരെ വ്യക്തമായിട്ട് ആ സഹോദരി പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്ക്. കേട്ടു നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ എന്താണ് വേണ്ടതെന്ന്. ഇവന്മാരെ വിട്ട് ഓടണോ വേണ്ടായോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റും ചെയ്തോളി. അപ്പോൾ കേട്ടിട്ട് വാ. ഓക്കെ. ഞങ്ങൾ പത്തനംതിട്ടയാണ് താമസിക്കുന്നത്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പാസ്റ്റർമാരെ കുറിച്ച് പറയുന്നില്ലേ, പൈസയൊക്കെ സമ്പാദിക്കുന്നതിനെ കുറിച്ചും അന്യായമായി തട്ടിയെടുക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. നല്ല വീഡിയോ ആണ്. കാരണം ജനങ്ങൾക്ക് അറിയണമല്ലോ, പൊതുജനങ്ങൾക്ക് ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയണം. കാരണം ഞങ്ങൾക്കും ഇതുപോലുള്ള, അതായത് എനിക്കും എൻ്റെ സഹോദരി, ഞങ്ങൾ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചിലെ പാസ്റ്റർ അടുത്തൊന്നും ഞങ്ങൾക്ക് ഇതുപോലൊക്കെയുള്ള ഈ പൈസ തട്ടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. ഞങ്ങൾ ഇവിടെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയത് ബാംഗ്ലൂരായിരുന്നു. ആ സമയത്താണെങ്കിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഇവിടെ അതൊരു സ്വതന്ത്ര ചർച്ചായിരുന്നു. പിന്നീട് അത് IPCയുടെ പേരിലേക്കൊക്കെ ആക്കിയിരുന്നു. അതിനുശേഷം അവർ വീണ്ടും സ്വതന്ത്രമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. കാരണം ഇവരുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും എനിക്ക് തോന്നുന്നു IPCക്കാർക്ക് പിടിച്ചില്ലായിരിക്കും, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെയായാലും ഒരു ദിവസം ഇങ്ങനെ ചർച്ചിൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ ഒരു ബ്രദർ ഇങ്ങനെ പറയുണ്ടായി, പാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പം ആ ആഴ്ചയിൽ പാസ്റ്റർ വന്നില്ല. ആ സൺഡേയിൽ പാസ്റ്റർ പ്രസംഗിച്ചപ്പം ശുശ്രൂഷയൊക്കെ ചെയ്യാൻ വന്നില്ല. അപ്പോൾ ഒരു ബ്രദർ ആയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത അന്നത്തെ സൺഡേയിൽ. അപ്പോൾ ബ്രദർ പാസ്റ്റർ വരാത്തതിന്റെ കാരണം ഇങ്ങനെ പറയാണ്, പാസ്റ്റർക്ക് ഇങ്ങനെ വയ്യ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കാരണം പാസ്റ്റർ ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് പോയി. ആ സമയത്ത് BJPക്കാരുടെ ഒരു സംഘം വന്ന് പാസ്റ്റർ വളരെ ഉപദ്രവിക്കുകയും ഒരുപാട് കൈയടിച്ചൊടിക്കുകയോ ആ തരത്തിലൊക്കെ രീതിയിൽ ഒരുപാട് മർദ്ദനമായിട്ട്, ഒരുപാട് ശരീരത്തൊക്കെ ചതവ് ഉള്ള രീതിയിൽ നല്ലതായിട്ട് ഉപദ്രവിച്ചു. അങ്ങനെ പാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അങ്ങ് ഭയങ്കര സങ്കടമായി. കാരണം പാസ്റ്ററാണ്, നന്നായിട്ട് പ്രസംഗിക്കും, ഭയങ്കര ആത്മീയതയിലേക്ക് ഭയങ്കര വിശ്വാസികളാണെങ്കിൽ, അവിടെ വരുന്ന വിശ്വാസികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ആത്മീയത്തിൽ നിൽക്കുന്ന ആത്മീയത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം തന്നെ നമ്മൾ ചിന്തിക്കുക അവരത്രമാത്രം ഇഷ്ടത്തോടെ ആ ചർച്ചിൽ വരികയും താല്പര്യത്തോടെ അവരുടെ വചനമൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു വന്നിരുന്നവരായിരുന്നു. അപ്പം ഇങ്ങനെ പാസ്റ്റർക്ക് വയ്യാതായി എന്നറിഞ്ഞപ്പം ഇതുപോലെ പാസ്റ്റർ കാര്യമായിട്ട് പാസ്റ്റർ ഹോസ്പിറ്റലാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേ എല്ലാവർക്കും അങ്ങ് ഭയങ്കര വിഷമമായി. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു, ഇപ്പം ഞങ്ങളൊക്കെയാണ് ജോലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ചർച്ചിലൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പോയി കാണാനൊന്നും പറ്റിയില്ല. എന്നിരുന്നാൽ പോലും കുറേ വിശ്വാസികളോ ഒക്കെ പോയി കാണുകയൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത്. ബാംഗ്ലൂർ തന്നെ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പാസ്റ്റർ പോയി കാണുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ ചർച്ചിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തു, പാസ്റ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ ചിലവാകും, അങ്ങനെ വലിയൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ചിലവാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ പൈസ കൊടുത്തു കേട്ടോ. ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ പൈസ കൊടുത്തു. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്ക് മൊത്തം പൈസ ഒന്നും കൊടുക്കാതില്ല, ഞങ്ങളെക്കൊണ്ട് ആവുന്ന തരത്തിൽ ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഒരു മാസം സാലറി വരെ ഇങ്ങനെ കൊടുക്കേണ്ടായിട്ടുണ്ട് പാസ്റ്റർ ചികിത്സയ്ക്കും കാര്യങ്ങളും. കാരണം പാസ്റ്റർ കല്യാണം കഴിച്ച് പാസ്റ്റർ കല്യാണം കഴിച്ച് കുടുംബമാണ്, 3 കുട്ടികളൊക്കെ ഉള്ള വ്യക്തിയാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ പാസ്റ്റർ ഇപ്പോൾ അങ്ങനെ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് എല്ലാവരും അവരുടെ ഒരു മാസം സാലറി വരെ കൊടുത്തവരൊക്കെ ഉണ്ട്. ആക്ച്വലി പാസ്റ്റർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ കാരണം ഈ BJPക്കാരുടെ അടി കിട്ടിയില്ലോ എന്നുള്ള ഒരു സഹതാപം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. അങ്ങനെ പാസ്റ്റർ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിനൊക്കെ ശേഷം വീണ്ടും ചർച്ചിൽ വന്നു.
ആരാധനയൊക്കെ വീണ്ടും കണ്ടിന്യൂ. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പാസ്റ്റർ ഡിസ്ചാർജ് ആയി വന്നപ്പോഴൊക്കെ ഒരു വലിയൊരു ദൈവദാസൻ ബിജെപിക്കാരുടെ അടിയൊക്കെ മേടിച്ച് സുശേഷത്തിന് വേണ്ടി ഇത്ര നിൽക്കുന്നു, ദൈവത്തിന് വേണ്ടി ഇത്ര തീഷ്ണതയോടെ നിൽക്കുന്നു, ഒരു അടിയൊന്നും വകവയ്ക്കാതെ ആ ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ കണ്ടത്. പക്ഷെ ആക്ച്വലി അത് ഞങ്ങളെ ആ വിശ്വാസികളായിട്ടുള്ള അവിടെ വന്നവരെല്ലാം പറ്റിച്ചതായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം പിന്നീട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ശരി, വേറെ ആൾക്കാർ ഇവരെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പാസ്റ്റർ ശരിയല്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയെങ്കിലും നമ്മൾ സത്യാവസ്ഥ അറിയണമല്ലോ, ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ആ സമയത്ത് ആ ചർച്ചിലെ അവിടെയാണെങ്കിൽ ഒരു അവിടുത്തെ MLA യുടെ വൈഫൊക്കെ ആ ചർച്ചിൽ വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇയാൾ ഫേമസ് അവിടെ. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ അറിയണേ ആക്ച്വലി ഇയാൾ സുശേഷ വേലയെന്ന് പറഞ്ഞു പോയത് ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് കയറുമായിട്ട് അവരാണ് അവരെ തല്ലി ഓടിക്കുക ഉണ്ടായത്. എന്നിട്ട് BJP ചെറ്റപൊക്കാൻ കയറിയതിന് അവര് തല്ലി ഓടിച്ചു വിട്ടതാ. പക്ഷെ ഇവിടെ വന്ന് ഇവര് എങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ സുവിശേഷം പറയാൻ പോയിട്ട് പാസ്റ്റർക്ക് തല്ലി കിട്ടി എന്ന രീതിയിൽ അത് പറഞ്ഞു. അപ്പം എല്ലാവർക്കും സഹതാപം തോന്നണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞുണ്ടാക്കി ഈ പൈസയൊക്കെ വാങ്ങിച്ചെടുത്തു. അപ്പൊ ഈ പൈസയ്ക്ക് അപ്പോൾ അതിന്റെ നടത്തിപ്പുകാരും അതിന്റെ കൂടെയുള്ള പുള്ളിയുടെ സിംഗിടികളൊക്കെ ചേർന്നായിരിക്കാം പൈസ ചിലപ്പം വീതിച്ചെടുത്തിട്ടുണ്ടാവാം ഒരു പക്ഷേ. കാരണം ആ ചർച്ചിൽ ഒരുപാട് IT ഫീൽഡിലുള്ളവരും വലിയ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഒരു മാസം സാലറി കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര രൂപ അവർക്ക് അന്നത്തെ ദിവസം കിട്ടിക്കാണെന്ന്. അങ്ങനെ നുണ BJPക്കാർ തല്ലീന്ന് പറഞ്ഞ് നുണയും പറഞ്ഞാണ് അവർ ഈ പൈസ ഈ സാധാരണ ഞങ്ങളൊക്കെയാണ് തുച്ഛമായ ഇതിലായിരുന്നു അന്നത്തെ ശമ്പളം, ഞങ്ങൾക്ക് ഒട്ടുമില്ല ഞങ്ങൾക്ക് സാലറി. എന്നിട്ട് അതിനകത്തുനിന്നാണ് ഞങ്ങളൊരു വിഹിതമൊക്കെ കൊടുത്തത്. എന്നിട്ട് ഞങ്ങളെയും പറ്റിച്ചു, കൂടെയുള്ള പിള്ളേരെയും പറ്റിച്ചു. ഞങ്ങളുടെ അത്ര സാലറി ഒട്ടും ഇല്ലാത്തവർ പോലും ഒരു മാസം സാലറി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറ്റിച്ചു. ഇതിപ്പം ഇവർ ഈ പറയുന്നതെന്ന് എല്ലാവരും പറയും പാസ്റ്റർമാർ അങ്ങനെ ചെയ്യത്തില്ല, പാസ്റ്റർമാർ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന്. പക്ഷേ ഇവരൊക്കെ ഭയങ്കര കള്ളന്മാരാണ്. ഈ പൈസയുടെ കാര്യത്തിൽ എന്താ പറയാ, പൈസ എന്ന് കേട്ട പിണവും വാവിളർക്കും എന്ന് പറയുന്ന പോലെ പിന്നെ പണമെന്ന് കേട്ടാൽ പിണവും വാവിളർക്കും എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ പൈസ ഇച്ചിരി വന്ന് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ഇവർ നല്ല ആത്മാർത്ഥതയോടെ അങ്ങ് നിൽക്കും. നമ്മളോട് ദൈവത്തിന്റെ കൂടെ നടക്കണ പോലെ എല്ലാം നമ്മളുടെ രീതി കാണിക്കും, നമ്മളോട് നല്ലതായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് വരുമാനം ഇങ്ങനെ വരാൻ തുടങ്ങുമ്പം ഇവരെ തനിക്കോണം ഇവർ കാണിക്കും. കാരണം അവർ എങ്ങനെയും പിന്നെ ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വരുമാനം ഇനി കൂട്ടണം എന്നുള്ള ചിന്ത അവർക്ക്. എന്നാൽ ഒരു സാധുവായ ആൾക്കാർക്ക് അത് കൊടുക്കണമെന്നോ ഒന്നുമില്ല. ഈ പാസ്റ്റർക്കാണെങ്കിൽ എത്ര 2 കാറൊക്കെ ഉണ്ട്, ഭാര്യയ്ക്ക് ഒരു കാറ്, പിന്നെ കുട്ടികളൊക്കെ വലിയ വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു വരുമാനം ഇല്ലാത്തവർ എന്തായാലും അങ്ങനെ എത്ര വലിയ സ്കൂളിലൊക്കെ ബാംഗ്ലൂർ പിള്ളേരെ വിടുവോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭാര്യയ്ക്കാണെങ്കിൽ ജോലി പോലും ഇല്ല. അപ്പോൾ എന്നാൽ പോലും അവർക്ക് ഇതെല്ലാം ഈ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഇവരിങ്ങനെ ഓരോന്നും നുണയും പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ്, മനസ്സിലാക്കിയത് കൊണ്ടാണ് BJPക്കാരുടെ പേരിൽ നുണയും പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എന്തോ ഒരു നുണ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഇത് മേടിച്ചിട്ടുണ്ടാവാം കള്ളത്തരത്തിലൂടെ. അപ്പോൾ അത് ചിന്തിച്ചോണം. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞ് മരിച്ചു കിടക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ മന്ദബുദ്ധികളെ പോലെ അവരുടെ പിന്നാലെ നടക്കുക. പാസ്റ്റർമാർ എന്തെങ്കിലും പറഞ്ഞവർക്ക് സഹിക്കില്ല. അങ്ങനെയല്ലേ ഞങ്ങളുടെ ദൈവദാസൻ അങ്ങനെയാണ് ഇങ്ങനെ. എന്നാൽ ഒരു ഉപസിക്കുന്ന പാസ്റ്റർ എന്ന് കാണിച്ചു തരാമോ ബ്രദറിന്? കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പാസ്റ്റർ ഉപസിക്കത്തില്ല, വിശ്വാസികളെ കൊണ്ടേ ഉപസിപ്പിക്കത്തുള്ളൂ. ആർക്കും അതിലും കാശ് കിടങ്ങാൻ വേണ്ടി അവന്മാർ കാണിക്കുന്നില്ലയോ? അത് വിശ്വാസികളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവത്തില്ല. വിശ്വാസികൾക്ക് മനസ്സിലാകത്തുമില്ല. അവര് ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന ഈ പാസ്റ്ററെയാണേ. പാസ്റ്റർ വാക്കുകളാണ് വിശ്വസിക്കുന്നത്. എത്രയോ കാര്യങ്ങൾ അവരെ വചനത്തിലൂടെ ഉറപ്പിക്കുകയും നടത്തുകയും ചെയ്യേണ്ട പാസ്റ്റർമാര് ഏറ്റവും ചതിവിലൂടെ അവരെ തന്നെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധം വരുന്നില്ല ഈ വിശ്വാസികൾക്ക്. എന്നാൽ ഈ പാസ്റ്റർമാരെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് മനസ്സിലാവും. കാരണം ഇവര് ദൈവത്തെക്കാളോ ദൈവത്തിന്റെ വചനം അവരുടെ കയ്യിലുണ്ട്. എന്നാൽ പോലെ ദൈവം വചനമാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്നാൽ പാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരവിടെ വീഴും. എന്നാൽ ഈ പാസ്റ്റർമാർക്കോ ഇവരെ പറ്റിക്കണമെന്നോ എങ്ങനെയും കാശുണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിതിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ അവർ പറയും ചുമ്മാ നുണ ഉണ്ടാക്കി പറയാന്ന് പറയും. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചതല്ലേ നമ്മൾ പറയണത്. എന്നാൽ ഇവർക്ക് ഇങ്ങനെ അന്ധത പിടിച്ചു കിടക്കുക ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞ കൂട്ടം. അന്ധത, അവർക്ക് ഭയങ്കര അന്ധത ഈ പാസ്റ്റർമാരുടെ കാര്യത്തിൽ. നമ്മളിപ്പോ ഇടുമ്പോഴും ആൾക്കാർ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് വന്നിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. അവർക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അവരെ കൊണ്ട് കുഴി ചാടിക്കുവാന്ന് പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാവുന്നില്ല. അതെ 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 അതെ. ഒരു കാര്യമില്ല. ഇപ്പൊ പറഞ്ഞാൽ ഒരു രീതിയിൽ അവരുടെ തലയിൽ കയറത്തില്ല. കാരണം അന്ധതയാണല്ലോ. ഇപ്പൊ വചനത്തിൽ തന്നെ പറഞ്ഞാൽ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുന്ന പോലെ ഈ പാസ്റ്റർമാരുടെ അടുത്തേക്ക് ഇവരെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് അറിയാത്ത ആ രീതിയിൽ. ഇപ്പം ബ്രദറിന്റെ വീഡിയോ ഒക്കെ കേൾക്കാറുണ്ട്, ഞാൻ സ്ഥിരം കേൾക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. നമ്മൾക്കുണ്ടായ അനുഭവമാണ് അതൊക്കെ. താങ്ക് യു ബ്രദർ. നിങ്ങളുടെ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ കൊടുക്കും കേട്ടോ, നിങ്ങളുടെ ഈ വോയിസ്. അവർ കുഴപ്പമില്ലല്ലോ.
ഇല്ല കുഴപ്പമൊന്നുമില്ല. ശരി സിസ്റ്റർ. കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയണം. ആൾക്കാർ അറിയണം ഇങ്ങനെ അനുഭവം ഉള്ളവരും ഉണ്ട് എന്ന് ജനം അറിയണം. കാരണം ഓരോന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവരുടെ പാസ്റ്റർമാർ ഇങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇവരുടെ പാസ്റ്റർമാർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള ദാസന്മാരാണ്. ഇപ്പൊ തന്നെ നോക്കിക്കോ, ഒത്തിരി പേര് പ്രവചനം. ഇന്നാളെ ഞാനൊരു ബ്രദറിന്റെ തന്നെ വീഡിയോന്ന് ഒരാൾ പറഞ്ഞേട്ടാ, ഞങ്ങളുടെ ചിലപ്പോൾ പ്രസംഗമൊക്കെ ഞങ്ങളുടെ പ്രവചനമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറിപ്പോയിരിക്കും. തഞ്ചത്തിലും താളത്തിലും പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന പാസ്റ്റർമാരെയൊക്കെ എടുത്ത് പോകുന്ന വിശ്വാസികളുടെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് വിളിച്ചത്. കാരണം ഇങ്ങനെ അനുഭവം ഉള്ളവരുണ്ട്, അവർ വിചാരിക്കുന്നത് ഇങ്ങനെ അനുഭവം ആർക്കും ഇല്ല, ഇതൊക്കെ നുണ പറഞ്ഞു വിടുവാണ് എന്നുള്ള ഒരു രീതിയിലാണ് മറ്റാൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് ഇതുവത്തിലപ്പുറം നടക്കുന്നുണ്ടെന്ന് അവരറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സിസ്റ്റർ. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ വെൽക്കം.